ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസംഗമാണ്. വായനാ ദിന പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ജൂൺ 19 വായനാ ദിനമാണല്ലേ. അപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയൊരു കുഞ്ഞു പ്രസംഗമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 10 വരികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയൊരു പ്രസംഗമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു പ്രസംഗമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പ്രസംഗം നോക്കിയാലോ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാം ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ നേരുന്നു. എന്താണ് വായനാ ദിനം? എന്തിനാണ് നാം വായനാ ദിനം ആചരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. മലയാളിയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച വ്യക്തിയാണ് അദ്ദേഹം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശമാണ് PN പണിക്കർ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ വായനയുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും അറിവുകൾ ആർജിച്ചെടുക്കാനുമുള്ള ഒരു തുടക്കമാവട്ടെ ഈ ദിവസം. വായനയെ മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഓരോ വായനാ ദിനവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്: വായിക്കുക, വായനയിലൂടെ ലോകം കീഴടക്കുക. എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.